എല്ലാവരെയും കണ്ടവൾ അമ്പരന്നു. എങ്കിലും അത് പുറത്തു കാട്ടാതെ അവരെ ആനയിച്ചവൾ സെറ്റിയിലിരുത്തി. ആരോ വന്നിട്ടുണ്ടെന്നറിഞ്ഞ് അമ്മ നൈറ്റ് ഡ്രസ് മാറ്റി സാരിയുടുത്തു ലിവിംഗ് റൂമിലേക്ക് വന്നു. തുകിന അമ്മയ്ക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തി. ബിനുവിൻ്റെ അമ്മ പറഞ്ഞു, തുകിനയുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും. ഇവർക്ക് രണ്ടാൾക്കും ഒരേ നിർബന്ധം ഇവിടെ വരണമെന്ന്. സുഖമില്ലാന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് ഡ്രൈവ് ചെയ്തു പോന്നു. ഇപ്പോൾ കുറവുണ്ടോ? ബിനുവിൻ്റെ അച്ഛൻ ചോദിച്ചു. എനിക്കൊരു കുഴപ്പവും ഇല്ല, പ്രഷർ കൂടി വന്നതാ. ഓ, അത് സൂക്ഷിക്കണം കേട്ടോ, ബിനുവിൻ്റെ അമ്മ ഓർമ്മപ്പെടുത്തി. കാറിൻ്റെ ഡിക്കി തുറന്ന് ഒരു വേസ്പോഡ് പെട്ടിയുമായി വിനീഷ തുകിനയുടെ സമീപമെത്തി. വാ, നമുക്ക് കിച്ചണിൽ പോകാം. അവളുടെ കൈ പിടിച്ച് വലിച്ച് കിച്ചണിലെത്തിയപ്പോൾ അവളുടെ കാതിൽ വിനീഷ പറഞ്ഞു, അവൻ സംഗതി പൊട്ടിച്ചു കേട്ടോ. എന്ത്? അവൾ ചോദിച്ചു. അവൻ്റെ ഇഷ്ടങ്ങളെ. ഞാനൊന്നും പറഞ്ഞില്ല. എന്നോട് പിണങ്ങാൻ വരണ്ട. കാരണവന്മാർ സംസാരിക്കട്ടെ. നീ ഇപ്പോൾ അവിടെ പോകണ്ട. ഈ നിറയെ ഓറഞ്ചാണ്. കുറച്ച് മേക്കപ്പ് സാധനങ്ങളും ഉണ്ട്. ഓറഞ്ച് ജ്യൂസ് അടിച്ച് ഐസ് ക്യൂബിട്ട് മോൾക്ക് ഞാൻ തരും എന്ന് പറഞ്ഞവൾ ജ്യൂസ് തയ്യാറാക്കി 6 ഗ്ലാസ്സിൽ പകർന്നു. വിനീഷ ജ്യൂസുമായി അവരുടെ മുന്നിലെത്തി. നീ എന്താ കൊച്ചേ ഈ കാണിക്കുന്നത്? എല്ലാവരും പെട്ടെന്ന് ഓരോന്നെടുത്ത് കുടിച്ചേ, പിന്നെ എന്തെങ്കിലും പറയാം. വിനീഷയെ നോക്കി എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവൾ അത് കണക്കാക്കാതെ അവളുടെ ജ്യൂസ് കുടിച്ചു തീർത്തു.